പ്രിയപ്പെട്ടവരെ, രാഘവ് ചദ്ദയാണ് ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക്. അരവിന്ദ് കെജ്രിവാളിന്റെ ആശയങ്ങൾ കണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ് രാഘവ് ചദ്ദ. പലപ്പോഴും യുവാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്നതിൽ നിന്ന് വേറിട്ടൊരു കഥ. ആം ആദ്മി പാർട്ടിയിലൂടെ വളർന്നു വന്നൊരു നേതാവ്, പാർലമെന്റിൽ സാധാരണക്കാർക്ക് വേണ്ടി ഉയർത്തിയ വലിയ ശബ്ദങ്ങളിൽ ഒന്ന്. കുറച്ചു നാളായി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ട, രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ പറയാൻ മടിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു ഭയം വന്നിരിക്കുന്നു. പലപ്പോഴും പുര കത്തുമ്പോഴും വാഴ ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ. കൺമുന്നിൽ ജനാധിപത്യം ഇല്ലാതാകുമ്പോഴും എതിർ ശബ്ദങ്ങളെ ഒരു ദയവുമില്ലാതെ തുറുങ്കിലടക്കുമ്പോഴും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം വിതക്കുന്നവരും എതിർ ശബ്ദങ്ങളെ ഒരു ദയവുമില്ലാതെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയം നയിക്കുന്നവരും ഏറ്റവും ഭയപ്പെടുന്ന രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ അവർക്ക് പ്രേരിതമായത്. ആം ആദ്മി പാർട്ടി നേതാക്കളായ സത്യേന്ദർ ജെയിനെയും മനീഷ് സിസോദിയയെയും സഞ്ജയ് സിംഗ് പോലുള്ള നേതാക്കളെ തുറുങ്കിലടച്ച് ഇപ്പോഴും പല ആം ആദ്മി പ്രവർത്തകരെ തുറുങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ രാഷ്ട്രീയം ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ അവരുടെ വിഭജനത്തിന്റെ രാഷ്ട്രീയവും അഴിമതിയുടെ രാഷ്ട്രീയവും ഈ രാജ്യത്ത് അധിക നാൾ വില പോകില്ല. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കുറച്ചൊന്നും ധൈര്യം പോരാ. എന്തും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെ വേണം. ചിലപ്പോൾ അതായിരിക്കാം രാഘവ് ചദ്ദയെ പല കാര്യങ്ങളും പറയാൻ മടിക്കുന്നത്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭയം മാറട്ടെ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ അവസരങ്ങൾ രാജ്യത്തെ സേവിക്കാൻ ലഭിക്കട്ടെ.